ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലായാലും മൊത്തത്തിൽ ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന പടത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കും അതിനെക്കുറിച്ച് തീർച്ചയായും സംസാരിക്കാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സംവിധായകരായിക്കോട്ടെ ആരും ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടാക്കിയിട്ട് സിനിമ ഒരു നാലാളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രചോദനമായിട്ടാണ് ആൾക്കാർ നടക്കുന്നത്. അപ്പം ഉദാഹരണം ഇപ്പോൾ സിനിമ എന്നല്ല, ഇപ്പോൾ ഒരു പുസ്തകം ഇറക്കിയാലും നമ്മളെ MP ജയരാജൻ്റെ പുസ്തകത്തിൻ്റെ കാര്യം പോലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്കിടയിൽ എത്തിക്കുക, നാലാൾ അറിയിക്കുക. പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു, രണ്ട് മുട്ടനാടിനെ തമ്മിലടിപ്പിച്ച ഒരു ചെന്നായയുടെ കഥ. അതിനേക്കാട്ടൊക്കെ മഹാമോശപ്പെട്ട രീതിയിലാണ് ഇന്നത്തെ സംവിധായകരായിക്കോട്ടെ ആരായിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ സംഭവം വിറ്റിട്ട് പൈസ ഉണ്ടാക്കുക എന്നൊരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അതിനൊത്തമ ഉദാഹരണമാണ് ടർക്കിഷ് തർക്കം എന്ന പടത്തിൻ്റെ സംവിധായകനും ഇതിൻ്റെ അനുബന്ധ ആൾക്കാരും ചെയ്ത് കൂട്ടിയത്. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിനോടനുബന്ധിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും ഈ കേരളത്തിലൊന്നും വിലപ്പോകില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. നോർത്ത് ഇന്ത്യയിലോ മറ്റെവിടെയൊക്കെ വെച്ചാൽ അങ്ങനെ പല പല സംഭവങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ട്, അതൊക്കെ ഓക്കെ. ഇത് കേരളമാണെന്നുള്ള ഒരു ഇതൊന്നും ഈ സംവിധാനം ഇനിയും മനസ്സിലായിട്ടില്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം നാട്യ പരിപാടികളൊന്നും ഇവിടെ ചിലവാകില്ല. ഈ സംവിധായകരോട് മാത്രമല്ല, ഇനി ഇതിനെക്കുറിച്ച് അല്ല ഈ ഇതിനും ഈ വർഗീയ ശക്തികളോടായിക്കോട്ടെ ആരോടായിക്കോട്ടെ, ഇത്തരം ചിലവാകാത്ത പരിപാടികളായിട്ട് ഒരു സമൂഹത്തിൻ്റെ മേലിൽ മൊത്തത്തിൽ നിങ്ങളുടെ വരുമാനത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും അജണ്ടേൻ്റെ ഭാഗമായിട്ടോ ഇങ്ങനത്തെ പരിപാടികളായിട്ട് ഇറങ്ങുമ്പോൾ ഇത് കേരളമാണ് എന്നുള്ളൊരു ചെറിയ ബോധമെങ്കിലും നിങ്ങൾക്ക് പോകണം. വെറുതെ ഏതെങ്കിലുമൊക്കെ അടിച്ച് കയറ്റി പൈസ ഉണ്ടാക്കാം എന്നുള്ള ചിന്താഗതിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഈ കേരള ജനത മൊത്തത്തിൽ എതിർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയും എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഇപ്പോൾ ടർക്കിഷ് തർക്കത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇനിയിപ്പം വരുന്ന ഓരോ ബൈ-ഇലക്ഷൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നടന്നുകൊണ്ടിരിക്കുന്നതായിക്കോട്ടെ, എന്തിൻ്റെ കാര്യത്തിലും ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, ഈ ടർക്കിഷ് തർക്കം എന്ന പടത്തിൻ്റെ സംവിധായകനും അതിനനുബന്ധ ആളുകളും കാട്ടിക്കൂട്ടിയ തോന്നിവാസത്തിന് കോടതിയിൽ പടത്തിനെ പറ്റിയുള്ള സ്റ്റേ വാങ്ങിപ്പിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, അമ്മാതിരി ഒരു തോന്നിവാസം ചെയ്ത് വെച്ചിട്ടാണ് എന്താക്കിയ പടത്തിൻ്റെ റീച്ച് കൂട്ടി അവർ ശ്രമിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ എന്തും ആകാം എന്നുള്ള ആ പരിപാടി ഉണ്ടല്ലോ, അത് നടക്കരുത്. നല്ല സിനിമകൾ എടുക്കുക, എന്നിട്ട് നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നതൊക്കെ നമുക്ക് അനുകൂലിക്കാവുന്നതാണ്. പക്ഷേ ഇതൊരു മാതിരി തരം താഴ്ന്ന പരിപാടിയിൽ പോയി. അതിനെതിരെ ലുക്മാനും സണ്ണിവേനൊക്കെ വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. ഇത് രണ്ടാമത് റിലീസ് ചെയ്തിട്ട് സെറ്റാക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇത്തരം ചിന്താഗതിയായിട്ട് വരുന്ന ആൾക്കാരെ നമുക്ക് എന്താക്കാം,